Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin wal aqibatu lil muttaqin wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi faizina ajma'in, amma ba'd. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ പവിത്രമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ സ്വലോക സ്വർഗത്തിൽ അല്ലാഹു നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അല്ലാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സുള്ള ആഫിയത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, അതുപോലെ നമ്മുടെ ഈ മഹല്ല ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന മാസം എന്ന് പറഞ്ഞാൽ പവിത്രമായ ശഅബാൻ മാസത്തിലാണ്. റജബ് മാസം വല്ലാത്ത മഹത്വമുള്ള മാസമായിരുന്നു. ആ റജബ് മാസത്തിൽ നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെയാണ് അല്ലാഹു ഒരുപാട് ഖൈറുകളെ കൊണ്ട് നിറക്കപ്പെടുന്ന ഒരു മാസമാണ് പവിത്രമായ ശഅബാൻ മാസം. മഹാനായ ഇമാം നസായി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ്, ഈ പവിത്രമായ ഈ ശഅബാൻ മാസത്തിൽ നിങ്ങൾ ധാരാളം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ മറ്റു മാസങ്ങളിൽ ഞാൻ സുന്നത്ത് നോമ്പ് നോൽക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വന്ന് ചോദിക്കുന്ന സമയത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ ഉസാമ, അല്ലയോ ഉസാമ, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു ഫീഹി ബൈന റജബിൻ വ റമളാൻ. എന്തുകൊണ്ടിട്ടാണ് ഉസാമ ഞാൻ ഈ പവിത്രമായ റജബ് ശഅബാൻ മാസത്തിൽ ഒരുപാട് സുന്നത്തുകൾ നോമ്പ് നോൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിനക്കറിയാമോ? ഈ മാസത്തിൽ എല്ലാ അധികമായ ആളുകളും അശ്രദ്ധരായി പോകുന്ന മാസമാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ ഞാൻ നോക്കുന്നത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, റജബ് മാസത്തെ നല്ലതുപോലെ നമ്മൾ ബഹുമാനിക്കും, അതുപോലെ ആദരിക്കും, ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യും. അതേപോലെ റമദാൻ മാസത്തിനെ നമ്മൾ വല്ലാതെ ബഹുമാനിക്കുകയും വല്ലാതെ ആദരിക്കുകയും ഒരുപാട് സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇടയിലുള്ള ശഅബാൻ മാസത്തെ വല്ലാതെ അധികം ആളുകളും അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, അശ്രദ്ധ കാണിക്കുന്ന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വല്ലാത്ത മഹത്വമുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊന്ന് നോക്കാം. ജമാഅത്ത് നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള, ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നിസ്കാരമാണ് സുബഹിയുടെ ജമാഅത്ത് നിസ്കാരം. സുബഹിയുടെ ജമാഅത്ത് നിസ്കാരത്തിൽ കേവലം ഏകദേശം മിക്ക പള്ളികളിലും ആളുകൾ കുറവായിരിക്കും. കാരണം എന്താണ്? ആളുകളൊക്കെ ഗഫലത്തിലാകുന്ന, അശ്രദ്ധരാകുന്ന സമയത്താണ്. അശ്രദ്ധരാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് വല്ല മനുഷ്യനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുകയാണ് എങ്കിൽ അതിന് വല്ലാത്ത മഹത്വവും വല്ലാത്ത ബഹുമാനവും ഉണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കേവലം നമ്മുടെ പള്ളിയുടെ സുബഹി നിസ്കാര
നിസ്കാരത്തിന്റെ ജമാഅത്തിലേക്ക് എടുത്തു നോക്കുന്ന സമയത്ത് കേവലം 4 സ്വഫ് ആളുകൾ മാത്രമാണ് ഉള്ളത്. വലിയ മഹല്ലത്താണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ജമാഅത്തിന് ആളുകൾ വളരെ കുറവായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് സുബഹിയുടെ ബാങ്ക് എന്ന് നിങ്ങളൊന്ന് ക്ലോക്കിലേക്ക് നോക്കൂ. 5:30ക്കായിരിക്കും ബാങ്ക് ഉണ്ടാകുന്നത്. ജമാഅത്ത് നിസ്കാരം ആരംഭിക്കുന്നത് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞാൽ ജമാഅത്ത് ആരംഭിക്കും. അപ്പോൾ കേവലം ആ ജമാഅത്ത് നിസ്കാരത്തിന് വല്ലാത്ത ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ വല്ലാത്ത മഹത്വമുണ്ട്. നമ്മളെല്ലാവരും ജോലിക്കും എല്ലാം പോകുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുബഹി നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനെ കുറിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞത് വഹുവ മിൻ ദിമ്മത്തില്ല, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ സുബഹി ജമാഅത്ത് നിസ്കാരത്തിൽ മാത്രമല്ല 5 വക്ത് നിസ്കാരത്തിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും പ്രിയപ്പെട്ട കാരണവന്മാരും പങ്കെടുക്കണം. ഇവിടെ നോക്കുന്ന സമയത്ത് ടൗൺ പള്ളിയാണ്. പക്ഷെ എങ്കിലും പല ആളുകളും കാരണവന്മാരായ ആളുകളാണ് ഉള്ളത്. നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ എല്ലാവിധ കാര്യങ്ങളിലും മുൻപന്തിയിലാണ്. അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയട്ടെ, ജമാഅത്ത് നിസ്കാരത്തിൽ ചെറുപ്പക്കാരുടെ സാന്നിധ്യം വളരെ കുറവാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത്, ജോലിക്കും മറ്റും നിങ്ങൾ പോകുന്നുണ്ടാകും. പക്ഷേ സുബഹി ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ ഉണ്ടാവണം എന്ന് ഈ സമയത്ത് ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ റമദാനിന്റെയും അതേപോലെ റജബ് മാസത്തിന്റെയും ഇടയിലുള്ള ഈ മാസം മിക്ക ആളുകളും അതിന് അശ്രദ്ധരായി കാണിക്കുന്ന മാസമാണ് ഷഅബാൻ മാസം. ആ ഷഅബാൻ മാസത്തിൽ അതുകൊണ്ടിട്ടാണ് ഞാൻ ധാരാളമായി സുന്നത്ത് നോമ്പ് നോൽക്കുന്നത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമതായി കൊണ്ട് കൂടുതൽ നോമ്പ് നോൽക്കാനുള്ള കാരണം പറഞ്ഞു കൊടുക്കുന്നത് വഫീഹി യുർഫഉൽ അഅമാലുൽ ഇബാദി ഇലാ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തിലേക്ക് ഒരു വർഷക്കാലം നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും ഉയർത്തപ്പെടുന്ന മാസം എന്ന് പറഞ്ഞാൽ അത് ഷഅബാൻ മാസമാണ്. കഴിഞ്ഞ ഷഅബാൻ മാസം മുതൽ ഈ ഷഅബാൻ മാസം വരേക്കും നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും ഉയർത്തപ്പെടുന്നത് ഈ ഷഅബാൻ മാസത്തിലാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു വാർഷിക കണക്കെടുക്കുന്ന മാസമാണ് ഷഅബാൻ മാസം. അതുകൊണ്ട് ഈ ഷഅബാൻ മാസത്തെ നിസാരമായി നിങ്ങൾ കാണല്ലേ. അതുകൊണ്ട് എന്നിട്ട് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, കഴിഞ്ഞ ഷഅബാൻ മാസം മുതൽ ഈ ഷഅബാൻ മാസം വരേക്കും നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും ഇലാഹായ ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിലേക്ക് ഉയർത്തപ്പെടുകയും മാത്രമല്ല ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വായിം, ഒരു നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടണം എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾക്ക് വല്ലാത്ത മഹത്വവും വല്ലാത്ത ബഹുമാനവും ഉണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ ഒരുപാട് സുഹൃതങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. അത് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ ഷഅബാൻ മാസത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കണം. മാത്രമല്ല ഈ ഷഅബാൻ മാസത്തിനെ കുറിച്ച് ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞത് ഇന്നത്തെ ഖുത്ബയിലൂടെ പറയുന്നുണ്ട്. ഷഅബാൻ മാസത്തിന്റെ മഹത്വത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹബീബായ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാമല്ലോ, ഈ ഷഅബാൻ മാസത്തിനെ കുറിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞത് അശ്ശഅബാനു ശഹരി, ഷഅബാൻ എന്ന് പറഞ്ഞാൽ അത് എന്റെ മാസമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം സ്വലാത്തുകള്, ധാരാളം സലാമുകള് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലേണ്ട മാസം കൂടിയാണ് ഷഅബാൻ മാസം. മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയുമോ? വിശുദ്ധ ഖുർആനിൽ എല്ലാ വെള്ളിയാഴ്ചയിലും ഖതീബമാർ രണ്ടാമത്തെ ഖുത്ബയിലും അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആയത്താണല്ലോ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലുള്ള ആയത്ത് ഇറക്കപ്പെട്ടത് ഈ ഷഅബാൻ മാസത്തിലാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്.
അള്ളാഹും അള്ളാഹുവിന്റെ മാലാക്കന്മാരും മുത്തുനബിയെ കുറിച്ച് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്. അതുപോലെ മദ്ഹ് പ്രകീർത്തനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈമാനുള്ള ആളുകളെ, നിങ്ങളും അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലണേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നിസ്കാരത്തിനെ കുറിച്ച് അള്ളാഹു പറയുന്നില്ല, ഞാനും മാലാക്കന്മാരും മുത്തുനബിയുടെ പേരിൽ നിസ്കരിക്കുന്നുണ്ട്, നിങ്ങളും നിസ്കരിക്കണേ എന്ന് പറയുന്നില്ല. അതുപോലെ നോമ്പിനെ കുറിച്ച് പറയുന്നില്ല, സക്കാത്തിനെ കുറിച്ച് പറയുന്നില്ല. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്വലാത്തിനെ കുറിച്ച് മാത്രമാണ്. ഇത്രത്തോളം വിശുദ്ധ ഖുർആനിൽ അള്ളാഹും അള്ളാഹുവിന്റെ മാലാക്കന്മാരും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മദ്ഹ് പറയുന്നുണ്ട്, സ്വലാത്ത് ചെല്ലുന്നുണ്ട്. ഈമാനുള്ള ആളുകളെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വലാത്തും സലാമും ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ. മാത്രമല്ല, ഈ ശഅബാൻ മാസത്തിൽ വല്ലാത്ത സന്തോഷമായിരുന്നു ഹബീബായ തങ്ങൾക്ക്. അതുപോലെ ഈ മാസത്തിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഹബീബായ തങ്ങൾക്ക്. കാരണം എന്താണ്? സ്വലാത്ത് ചൊല്ലാനുള്ള പ്രഖ്യാപനമുള്ള ആയത്ത് ഇറങ്ങിയത് കൊണ്ടിട്ടാണ് ഹബീബായ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുള്ളത് എന്നൊക്കെ കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്താണെന്ന് അറിയുമോ? ഹബീബായ തങ്ങളും മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയിലൂടെ, മദീനയിലുള്ള ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. എങ്ങനെയാണ് നടക്കുന്നത് എന്നറിയുമോ? മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മദീനയിലുള്ള ഒരു ചെറിയ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ വഴി ഇന്നും മദീനയിൽ ശാരിഉ അബൂദർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ചെറിയ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഹബീബായ തങ്ങൾ പെട്ടെന്ന് അങ്ങ് സുജൂദ് ചെയ്യുകയാ. സുജൂദ് ചെയ്തു എന്ന് മാത്രമല്ല, അവിടുന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, എന്തിനാണ് നബിയെ അങ്ങിങ്ങനെ സുജൂദ് ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത്, ഞാൻ ചെയ്തത് അബൂദറെ ശുക്രിന്റെ സുജൂദാണ് ഞാൻ ചെയ്തത്. ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? എന്റെ അടുക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് എനിക്കൊരു ആയത്ത് അങ്ങ് ഓതി തരികയാണ്. ഏത് ആയത്താണെന്നറിയുമോ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന് പറയുന്ന ആയത്ത് എനിക്ക് ഓതി തരികയാണ്. അല്ലാഹും അല്ലാഹുവിന്റെ മാലാക്കന്മാരും എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് ഈമാനുള്ള ആളുകളെ, നിങ്ങളും സലാത്തും സലാമും ചെല്ലണേ എന്നുള്ള ആയത്ത് ഇറങ്ങിയത് കൊണ്ടിട്ടാണ് ഞാൻ ശുക്രിന്റെ സുജൂദ് ചെയ്തത് എന്ന് മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു എനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വലാത്തും സലാമും ചെല്ലാനുള്ള പ്രഖ്യാപനം ഇറങ്ങിയ ഈ പവിത്രമായ ആയത്ത് ഇറങ്ങിയത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തും സലാമും നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ സ്വലാത്തും സലാമും നമ്മൾ വർദ്ധിപ്പിക്കലോടുകൂടി നമുക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം അള്ളാഹു നൽകും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടും. നല്ലതുപോലെ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കുമെന്നൊക്കെ കാണാം. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ധാരാളമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അതിലുപരി റമദാനിനെ വരവേൽക്കാനുള്ള ഒരു ആത്മീയമായ വിശുദ്ധി നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കണം. വിശുദ്ധ ഖുർആനുമായിട്ട് സദാസമയം നമ്മൾ സമയം ചെലവഴിക്കണം. നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഒരുപാട് ആളുകൾ അവിടെ ജീവചരിത്രം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ വിശുദ്ധ ശഅബാൻ മാസത്തിൽ കൂടുതലായി ഖത്മുകളൊക്കെ ഓതിയതായി കൊണ്ട് ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അശ്രദ്ധരായി കാണേണ്ട മാസമല്ല, ഒരുപാട് സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ ശഅബാൻ മാസം മുതൽ ഈ
ശഅബാൻ മാസം വരേക്കും നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാന്. അതിലുള്ള തെറ്റ് കുറ്റങ്ങളുണ്ട് എങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാന്. എല്ലാ തെറ്റുകളും പരിഹരിച്ചുകൊണ്ട് അല്ലാഹുവേ നിന്നിലുള്ള വലിയ ഉന്നതമായ സ്ഥാനം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാന്. ബിറഹ്മതിക യാ അർഹമർ